പണ്ട് പണ്ട് വാരണാസിയിൽ ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവ് രോഗാതുരനായിട്ട് മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഇദ്ദേഹത്തിന് മൂത്തൊരു മകനും കൂടിയുണ്ട്. അപ്പോൾ രാജാവിന് താൻ മരിക്കും എന്ന് ഉറപ്പായിരുന്നു. ഒരുപാട് വൈദ്യന്മാർ വന്നിട്ടും അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ രാജാവിൻ്റെ ഒരു വിഷമമുള്ളത് തനിക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അത് ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞുകൂടല്ലോ എന്നൊക്കെയുള്ള ദുഃഖമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ പേര് ഗോഷ്തില എന്നായിരുന്നു. അപ്പോൾ ഈ ഗോഷ്തില നല്ലവനായൊരു മന്ത്രിയാണ്. രാജാവ് വിചാരിച്ചു, ഞാൻ മരിച്ചാലും ഗോഷ്തില കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളൂ, എൻ്റെ മക്കളെ അദ്ദേഹം നല്ല വഴിക്ക് നയിച്ചോളും, ആ ഒരു ധൈര്യമേ എനിക്കുള്ളൂ. ഈ സമയത്ത് രാജാവിനെ കാണാൻ വേണ്ടിയിട്ട്, രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്യാസി വന്നിരുന്നു. രാജാവിൻ്റെ മരണം ഉറപ്പായതിനാൽ അദ്ദേഹത്തിന് ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് രാജ്ഞിയും മകനും മന്ത്രിയും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ സന്യാസി അവിടെ വരുന്നത്. സന്യാസി അവിടെ വന്ന് രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. രാജാവിൻ്റെ സുഖമരണത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹം വേദനകളില്ലാതെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ രാജാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ സന്യാസിക്ക് മനസ്സിലായി രാജാവിൻ്റെ മനസ്സിൽ കൂടി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ പോകുന്നതെന്ന്. ഗർഭിണിയായ ഭാര്യയെയും മകനെയും വിട്ടിട്ട് പോവുകയാണ്. നാളെ എന്തായി തീരും എന്ന് അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. അപ്പോൾ ഈ സന്യാസി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഈ രാജാവിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, അങ്ങയുടെ ഭാര്യ സുരക്ഷിതയായിരിക്കും. അവർ പ്രസവിക്കുന്ന കുഞ്ഞ് ഒരാൺകുട്ടിയായിരിക്കും. ആ കുട്ടിയാണ് നാളെ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്. അങ്ങ് സമാധാനമായിട്ട് മരിച്ചോളൂ, ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. പക്ഷേ ഇത് കേട്ടതോടെ രാജാവ് കൂടുതൽ ആശങ്കയിലായതേ ഉള്ളൂ. തനിക്കൊരു മകനുണ്ട്, മൂത്ത മകനാണ് രാജാവായി തീരേണ്ടത്. ഇപ്പോൾ ഈ സന്യാസി പറയുന്നത് ഇളയ മകൻ രാജാവായി തീരും എന്നാണ്. അത് അത്ര നല്ല കാര്യമല്ല. അങ്ങനെ വളരെ ദുഃഖിതനായിട്ടാണ് ഈ രാജാവ് മരിച്ചത്. മരണത്തിന് തൊട്ട് മുമ്പ് രാജാവ് തൻ്റെ മന്ത്രിയുടെ കയ്യിൽ പിടിച്ചിട്ട്, ഗോഷ്തില, എൻ്റെ ഭാര്യയും മക്കളെയും സംരക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ രാജാവ് മരിച്ചു. രാജാവിൻ്റെ മരണശേഷം കുറച്ച് ദിവസങ്ങളുടെ ദുഃഖാചരണം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ സൂര്യനേമി രാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്ത് സ്ഥാനമേറ്റു. സൂര്യനേമി ഭരണമേറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം തൻ്റെ മന്ത്രിയായ ഗോസ്തിലിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഗോഷ്തില, അങ്ങ് കേട്ടിരുന്നില്ലേ ആ മഹർഷിയുടെ പ്രവചനം? ഗോഷ്തിലൻ പറഞ്ഞു, ഞാൻ കേട്ടിരുന്നു മഹാരാജാവേ, പക്ഷേ അങ്ങ് അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഗോഷ്തിലൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ആശങ്കപ്പെടാതിരിക്കും, ഞാനല്ലേ ഇപ്പോൾ രാജാവ്. അപ്പോൾ ആ സന്യാസി എന്തിനാണ് എൻ്റെ അനുജൻ രാജാവാകുമെന്ന് പറഞ്ഞത്? അപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, സന്യാസിമാർ പല പ്രവചനങ്ങളും നടത്തും, ഇതൊന്നും എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷേ അപ്പോഴും സൂര്യനമ്മിയുടെ മുഖം മങ്ങി തന്നെ ഇരിക്കുന്നത് ഗോഷ്തിലൻ ശ്രദ്ധിച്ചു. ഇല്ല, എനിക്ക് ആകെപ്പാടെ ഒരു പേടിയുണ്ട്, അതുകൊണ്ട് ഇന്ന് തന്നെ എൻ്റെ അമ്മയെ കൊണ്ടുപോയി കൊന്നുകളയാൻ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. അപ്പോൾ ഗോഷ്തിലനാകെ വിഷമിച്ച് പോയി. രാജാവിന് വാക്ക് കൊടുത്തതാണ് ഭാര്യയും മക്കളെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന്. ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് ഇങ്ങനെ ചെയ്യരുത്, അത് അങ്ങയുടെ അമ്മയാണ്, ജനിക്കാൻ പോകുന്നത് അങ്ങയുടെ സഹോദരനാണ്, സഹോദരനോ സഹോദരിയോ. ഒരു സന്യാസിയുടെ വാക്ക് കേട്ട് അത് ശരിയാണെന്ന് കരുതി അങ്ങ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ സൂര്യനേമി ഈ വാക്കുകളൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അയാൾ അപ്പോഴും പേടിച്ച് തന്നെ ഇരുന്നു. എനിക്ക് എക്കാലവും ഈ രാജ്യത്തെ രാജാവായിരിക്കണം, എൻ്റെ ഈ സ്ഥാനം മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. രാജാവ് ഉറച്ചു തന്നെയാണ് എന്ന് ഗോസ്തിലിന് മനസ്സിലായി. ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അധികം പ്രായമൊന്നുമില്ലാത്ത യുവാവാണ്, പക്ഷേ വിവേകമില്ല. മുതിർന്നവർ പറയുന്നത് കേൾക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അവസാനം ഗോസ്തിലൻ പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ചെയ്യണം, പ്രസവം വരെ കാത്തിരിക്കണം. ഈ പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. ആൺകുട്ടിയായിരിക്കും അത് രാജാവായി തീരും എന്നായിരുന്നല്ലോ പ്രവചനം. പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് വളർത്താം, ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് അവനെ കൊന്നുകളയാം. അവസാനം രാജാവ് മന്ത്രിയുടെ വാക്കുകൾ കേട്ടു. പക്ഷേ രാജ്ഞിയെ മറ്റെങ്ങോട്ടും വിടാതെ മന്ത്രിയുടെ സംരക്ഷണയിൽ തന്നെ പാർപ്പിക്കണമെന്നും പ്രസവശേഷം പെൺകുട്ടിയാണെങ്കിൽ വളർത്തുകയും ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയുകയും ചെയ്യണമെന്നും ഈ രാജാവ് പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ മന്ത്രി രാജ്ഞിയുടെ അന്തഃപുരത്തിലെത്തി. രാജ്ഞിയോട് വളരെ ബുദ്ധിമുട്ടി ഇദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. രാജ്ഞിക്ക് ഇത് കേട്ടപ്പോൾ വലിയ വിഷമമായിപ്പോയി. ഭർത്താവ് മരിച്ച അധിക ദിവസമായില്ല, മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിച്ചില്ല. അപ്പോൾ ഗോഷ്തിലൻ പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ അമ്മേ, എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരൂ, ഞാൻ രാജാവിനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവിടെ കൊണ്ടുപോയിക്കോളാം അമ്മേ, എന്നിട്ട് നമുക്ക് അവിടെ വെച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അങ്ങനെ രാജ്ഞി ഈ മന്ത്രിയുടെ വീട്ടിലെത്തി. മന്ത്രിയുടെ ഭാര്യയും മന്ത്രിയും ചേർന്ന് ഈ രാജ്ഞിയെ വളരെ നന്നായിട്ട് ശുശ്രൂഷിച്ചു. രാജാവിനോട് പറഞ്ഞത് മറ്റാരും അറിയാതെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുന്നതെന്നാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജ്ഞി പ്രസവിച്ചു. പ്രസവ ശുശ്രൂഷയൊക്കെ നടത്തിയത് മന്ത്രിയുടെ ഭാര്യ തന്നെയാണ്.
പ്രസവിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു. മന്ത്രിയുടെ ഭാര്യ മന്ത്രിയോട് വന്ന് പറഞ്ഞു, പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണ്, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ മന്ത്രി പറഞ്ഞു, തൽക്കാലം ഇത് ആരോടും പറയണ്ട, ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഗോഷ്ഠിലൻ ആകെ വിഷമിച്ച് തൻ്റെ വീടിന് പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഒരു രൂപവും കിട്ടിയില്ല. കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ഇതുവരെ ഒരു ഉപായവും കിട്ടിയിരുന്നില്ല. അങ്ങനെ അദ്ദേഹം കുറച്ച് ദൂരേക്ക് നടന്നു നോക്കാമെന്ന് കരുതി. അങ്ങനെ ഈ മന്ത്രി ഗ്രാമത്തിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു നവജാത ശിശുവിൻ്റെ കരച്ചിൽ കേട്ടു. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളാരോ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായ അദ്ദേഹം അങ്ങോട്ട് ചെയ്തപ്പോൾ വളരെ ദരിദ്രമായൊരു വീടായിരുന്നു അത്. ഭിത്തിയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് മേൽക്കൂരയൊക്കെ താഴെ വീഴാറായൊരു വീട്. അതിൽ ഒരു കീറ തുണിയിൽ ഒരു കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് ഒരു അച്ഛനും അമ്മയും അടുത്തിരിപ്പുണ്ട്. വളരെ ദരിദ്രരായ, വളരെ ക്ഷീണിച്ചെല്ലുന്തിയ മാതാപിതാക്കൾ. അപ്പോൾ മന്ത്രി ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താ നിങ്ങളുടെ തൊഴിൽ? അവർ പറഞ്ഞു, ഞങ്ങൾ മീൻ പിടുത്തക്കാരാണ്, ഞങ്ങൾക്കൊരു മകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ മന്ത്രി ചോദിച്ചു, എനിക്ക് ഈ കുട്ടിയെ തരാമോ? അപ്പോൾ ഈ സ്ത്രീയും ഭർത്താവും പറഞ്ഞില്ലേ, ഞങ്ങൾ തരില്ല, ഞങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങൾക്കിതിനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഞാൻ ഒരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങളും ഒരാൺകുട്ടിയെയും പകരം തരാം. പകരം ഈ പെൺകുട്ടിയെ തന്നാൽ മതി. ഇവളെ ഞാൻ കൊല്ലുകയില്ല, അവളെ വളരെ നന്നായിട്ടൊരു രാജകുമാരിയെ പോലെ വളർത്താമെന്ന് വാക്കും തരാം. അങ്ങനെ ഒരുപാട് നേരത്തെ നിർബന്ധത്തിന് ശേഷം അവിടെ നിന്ന് ആ പെൺകുട്ടിയെ വാങ്ങി മന്ത്രി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും തൻ്റെ വീട്ടിലുണ്ടായിരുന്ന രാജകുമാരനെ എടുത്ത് ഈ മീൻപിടുത്തക്കാരന് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. ആ കുട്ടിയെ വളർത്താൻ ആവശ്യമായ പണം എന്ന നിലയിൽ ഒരു സഞ്ചി സ്വർണ്ണ നാണയങ്ങൾ ഈ മീൻപിടുത്തക്കാരന് കൊടുത്തു. എന്നിട്ട് രാജ്ഞി പ്രസവിച്ചു, പെൺകുട്ടിയാണ് എന്ന് സൂര്യനേമി എന്ന രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. തനിക്കൊരു സഹോദരി ഉണ്ടായ വിവരം സൂര്യനേമി എല്ലാവരെയും അറിയിക്കുകയും സഹോദരിയുടെ ജനനം വളരെ ആഘോഷമാക്കുകയും ചെയ്തു. ശരിക്കും ആഘോഷിക്കുന്നത് തനിക്കൊരു എതിരാളി ഉണ്ടായില്ല, തനിക്കൊരു അനുജൻ ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ്. അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ വലിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ ദുഃഖമൊന്നും പുറത്ത് കാണിച്ചില്ല. തൻ്റെ കുഞ്ഞിനെ അവർ നന്നായിട്ട് വളർത്തി. അങ്ങനെ കാലം കഴിഞ്ഞുപോയി. വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി, രാജ്ഞി വളർത്തിയ ഈ മുക്കുവ പെൺകുട്ടി വളരെ സുന്ദരിയായ ഒരു യുവതിയായിട്ട് വളരുകയും അവളെ രാജാവ് വളരെ ആർഭാടമായിട്ട് വിവാഹം കഴിച്ചയക്കുകയും ചെയ്തു. അങ്ങനെ മകളും പോയതോടെ ഈ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് വലിയ ആഗ്രഹം തോന്നി. മകനെ ജനിച്ചപ്പോൾ ഒന്ന് കണ്ടതാണ്. അന്ന് മന്ത്രി എടുത്തുകൊണ്ട് പോയതിന് ശേഷം അവരെ കുഞ്ഞിനെ പറ്റി ഒന്നും കേട്ടിട്ടില്ല, അതെവിടാണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെ ഗോസ്തിലൻ എന്ന് പറഞ്ഞ മന്ത്രിയെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ആരും അറിയാതെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട്, ഒരു അമ്മയുടെ ആഗ്രഹമാണ്, നടത്തി തരണം. അപ്പോൾ ഗോസ്തിലനും വിഷമം തോന്നി, അമ്മയല്ലേ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അദ്ദേഹം ആരും അറിയാതെ ഈ മീൻപിടുത്തക്കാരുടെ ഈ സ്ഥലത്തേക്ക് പോയി, അന്ന് ആ കുഞ്ഞിനെ കൊടുത്ത വീട്ടിലേക്ക്. അപ്പോൾ ചെന്നപ്പോൾ അത് പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ വീടൊന്നുമല്ല, അന്ന് സ്വർണ്ണമൊക്കെ കൊടുത്തതുകൊണ്ട് അവർ സാമാന്യം നല്ലൊരു വീടൊക്കെ വെച്ചു. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ വള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് നല്ല സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. അന്ന് ഗോഷ്ഠിലൻ കണ്ട ഈ കുഞ്ഞിൻ്റെ അച്ഛൻ, പെൺകുഞ്ഞിൻ്റെ അച്ഛൻ മുറ്റത്തിരുന്ന് മീൻ ഉണക്കായിരുന്നു. ഇവർക്ക് പരസ്പരം കണ്ടപ്പോൾ മനസ്സിലായി. ഗോഷ്ഠിലന് ഈ മീൻപിടുത്തക്കാരനെ മനസ്സിലായി, മീൻപിടുത്തക്കാരന് അന്ന് തൻ്റെ പെൺകുഞ്ഞിനെ കൊണ്ടുപോയ ആളെ മനസ്സിലായി. അപ്പോൾ അയാൾ ഓടി വന്ന് ചോദിച്ചു, എൻ്റെ കുഞ്ഞെവിടെ, കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ ഗോഷ്ഠിലൻ പറഞ്ഞു, അവൾ വളരെ സുഖമായിട്ടിരിക്കുന്നു, അവളുടെ വിവാഹം കഴിഞ്ഞു, അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നന്നായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് ഗോഷ്ഠിലൻ തിരിച്ചു ചോദിച്ചു, ഞാനിന്ന് കൊണ്ടുതന്ന ആൺകുട്ടി എവിടെ, അവൻ നന്നായിട്ടിരിക്കുന്നു? അപ്പോൾ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, അവൻ നന്നായിട്ടിരിക്കുന്നു, അവൻ മിടുക്കനായിട്ട് വളർന്നു. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, അവന് മീൻ പിടുത്തത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. എത്ര തവണ ഞാൻ അവനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാലും അവന് നന്നായിട്ട് വലയെറിയാനോ ഒന്നും അറിഞ്ഞുകൂടാ. അതാണ് ഞങ്ങൾക്ക് ഇത്തിരി വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തന്ന പണം ഉള്ളതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയതിനെ. കാരണം ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്താൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇവനും കൂടെ വരുമ്പോൾ ജോലിക്ക് ഒരാളായെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. പക്ഷേ ഇവന് മീൻ പിടിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ ഈ ഗോഷ്ഠിലൻ രാജ്യത്തെ മന്ത്രിയാണെന്നൊന്നും ഈ മുക്കുവൻ അറിഞ്ഞൂടാ. അപ്പോൾ ഇവർ തമ്മിൽ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഗോഷ്ഠിലൻ പറഞ്ഞു, ഞാനിന്ന് വന്നത് നിങ്ങളോടൊരു കാര്യം പറയാനാണ്. കൊട്ടാരത്തിലേക്ക് നല്ല മീൻ ആവശ്യമുണ്ട്, കൊട്ടാരത്തിലെ അടുക്കളയിലേക്ക്. രാജകൊട്ടാരത്തിലെ പാചകക്കാരൻ്റെ ഒരു അടുപ്പക്കാരനാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മകനെ എല്ലാ ദിവസവും മീനും കൊടുത്ത് അങ്ങോട്ടൊന്ന് വിട്ടാൽ നന്നായിരുന്നു. എന്തായാലും അവൻ മീൻ പിടിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ, മീൻ വിൽക്കാൻ വരട്ടെ, ചിലപ്പോൾ കച്ചവടത്തിൽ അവനും എടുക്കെങ്കിലോ. അപ്പോൾ ഈ മീൻ പിടുത്തക്കാരൻ വിചാരിച്ചു, ശരിയാണ്, ചിലപ്പം മീൻ പിടിക്കാൻ പോയില്ലെങ്കിലും ചിലപ്പോൾ അവൻ കച്ചവടം നടത്തിയാലോ. അയാൾ സമ്മതിച്ചു. അപ്പോൾ പിറ്റേ ദിവസം മകനെ മീനും കൊടുത്ത് കൊട്ടാരത്തിലേക്ക് വിടാമെന്ന് ഈ മീൻപിടുത്തക്കാരെ സമ്മതിച്ചു. അങ്ങനെ ഗോഷ്ഠിലൻ തിരിച്ചു പോയി രാജ്ഞിയോട് പറഞ്ഞു, നാളെ മകൻ മീനുമായിട്ട് കൊട്ടാരത്തിലേക്ക് വരും, അപ്പോൾ കാണാം. അങ്ങനെ രാജ്ഞി മകനെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ മീൻപിടുത്തക്കാരൻ കുറേ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് മീൻപിടുത്തക്കാരൻ്റെ ഭാര്യ പറഞ്ഞു മകനോട്,
ഇന്ന് മുതൽ നമ്മൾ കൊട്ടാരത്തിലേക്ക് മീൻ കൊടുക്കുന്നുണ്ട്, കൊട്ടാരത്തിലെ അടുക്കളയിലേക്ക്. അപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ, നിനക്ക് വഴിയൊന്നും അറിഞ്ഞുകൂടില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാം, നാളെ മുതൽ നീ തന്നെ മീൻ വിൽക്കാൻ പോകണം. അപ്പം ഈ മകൻ പറഞ്ഞു ശരി അമ്മേ, അങ്ങനെ ചെയ്യാം. അങ്ങനെ മീൻപിടുത്തക്കാരൻ്റെ ഭാര്യയും രാജകുമാരനും കൂടി മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി. അങ്ങനെ രാജകൊട്ടാരത്തിൻ്റെ അടുക്കളയുടെ വാതിക്കൽ ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് അടുക്കളക്കാരനെ വിളിച്ചു. അപ്പോൾ രാജ്ഞി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, മകനിപ്പം വരും എന്ന് പറഞ്ഞിട്ട്. രാജ്ഞി ഈ ശബ്ദം കേട്ടുകൊണ്ട് ഓടിച്ചെന്നു. നോക്കുമ്പോൾ ഒരു സ്ത്രീയും മകനും കൂടെ അടുക്കളയുടെ വാതിക്കൽ മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നിപ്പുണ്ട്. രാജ്ഞി ഓടി വരുന്ന കണ്ടുകൊണ്ട് ഈ ഗോസ്തിലൻ ഓടി വന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ പുറത്ത് നിൽക്ക്, ഈ മകനെ ഞാൻ അകത്തേക്ക് കൊണ്ടുപോവാണ്, പണം കൊടുത്തിട്ട് തിരിച്ചു വിടാം. എന്നിട്ട് ഈ സ്ത്രീയെ പുറത്ത് നിർത്തിയിട്ട് ഗോസ്തിലൻ ഈ യുവാവിനെ അകത്തേക്ക് വിളിച്ചു. ഇവനകത്തേക്ക് വന്നതും രാജ്ഞി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തുടങ്ങി. എൻ്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ രാജ്ഞി ഇവനെ ഉമ്മ വെച്ചത്. അപ്പോൾ കുറേ നേരമായിട്ടും തൻ്റെ മകൻ അകത്തേക്ക് പോയിട്ട് കാണുന്നില്ല. അവൻ എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ട് ഈ മുക്കുവ സ്ത്രീ അകത്തേക്ക് വന്നു. അവർ അടുക്കളയുടെ അകത്തേക്ക് കയറി നോക്കുമ്പോൾ അടുക്കളയ്ക്ക് അടുത്തുള്ളൊരു മുറിയിൽ മഹാറാണി തൻ്റെ മകനെ മുറുക്കെ കെട്ടിപ്പിടിച്ച് മോനെ എന്ന് വിളിച്ച് കരയുന്നത് കണ്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് താൻ വളർത്തിയത് രാജകുമാരനെയാണെന്ന്. അവർ ആകെ പരിഭ്രമിച്ചു പോയി. എന്നിട്ട് ഇവർ ഈ വെപ്രാളത്തിൽ പുറത്തേക്ക് ഓടി. താനിത് കണ്ടത് കുഴപ്പമായോ, തന്നോട് പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞതാണ്, അകത്തേക്ക് കടന്നിത് കണ്ടതുകൊണ്ട് തന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ള പേടി ഈ സ്ത്രീക്കുണ്ടായിരുന്നു. ഇവർ പുറത്തേക്ക് ഉറക്ക ശബ്ദം ഉണ്ടാക്കി കരഞ്ഞുകൊണ്ടാണ് ഓടിയത്. അപ്പോൾ ഇത് കണ്ട ഗോസ്തിലന് മനസ്സിലായി അപകടമാണ്, ഇതിപ്പോൾ സൂര്യനേമി അറിയും. ഗോസ്തിലൻ വേഗം ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ നീ ഓടിപ്പൊക്കോ, നിൻ്റെ ജീവൻ അപകടത്തിലാണ്. ഈ കുട്ടിക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായതേ ഇല്ല. അവന് ഒരു ചെറിയ കുട്ടിയാണ്, 10-17 വയസ്സേ ഉള്ളൂ. അമ്മയുടെ കൂടെ മീൻ വിൽക്കാൻ വന്നതാണ്. അപ്പോൾ മഹാറാണി അകത്തേക്ക് വിളിച്ച് മകനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഓടിക്കൊള്ളാൻ. അപ്പോൾ അവന് എന്താണെന്ന് മനസ്സിലാകാതെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അപ്പോൾ രാജ്ഞിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, തൻ്റെ മകൻ വീണ്ടും അപകടത്തിലായി പോകുമോ എന്നവർക്ക് പേടിയുണ്ട്. അപ്പോൾ ഗോസ്തിലൻ രാജ്ഞിയോട് പറഞ്ഞു, മഹാറാണി അകത്തേക്ക് പോയിക്കൊള്ളൂ, അപകടമാണ്, ഞാൻ ആ സ്ത്രീയുടെ പിന്നാലെ പോയി അവരെ പിടിച്ച് നിർത്തട്ടെ. എന്നിട്ട് ഈ കുട്ടിയോടും പറഞ്ഞു, നീ ഓടിപ്പോക്കോ. പക്ഷേ ഈ രാജകുമാരൻ അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഈ ഓടിപ്പോയ സ്ത്രീയെ മുറ്റത്ത് വീണു. അപ്പോൾ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്ന രാജാവായ സൂര്യനേമി ഇത് കണ്ടു. സൂര്യനേമി വേഗം താഴേക്ക് ഇറങ്ങി വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ വളർത്തുമാനെ ഞാനിപ്പോൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടുത്തെ രാജ്ഞി അവനെ മകനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ മകളെ പകരം കൊടുത്തിട്ടാണ് ഞാൻ ഇവനെ വാങ്ങിയത്. അവനെ ഞാൻ ആർക്കും കൊടുക്കാനൊന്നും പോകുന്നില്ല, അതെൻ്റെ കുഞ്ഞാണ്. ഇതൊക്കെ കേട്ടപ്പോൾ സൂര്യനേമിക്ക് കാര്യം മനസ്സിലായി. മന്ത്രിയും തൻ്റെ അമ്മയും ചേർന്ന് തന്നെ പറ്റിച്ചുവെന്ന് സൂര്യനേമിക്ക് പെട്ടെന്ന് പിടികിട്ടി. സൂര്യനേമി വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവനെ പിടിക്ക് എന്ന് ആജ്ഞാപിച്ചുകൊണ്ട് വേഗം അടുക്കളയുടെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോഴേക്കും ആ കുട്ടി ഇറങ്ങി ഓടിക്കളഞ്ഞിരുന്നു. ഇളയ രാജകുമാരൻ. ഒരു കൂട്ടം പടയാളികൾ ഇവനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടി. അപ്പോഴാണ് ആ കുട്ടിക്ക് ശരിക്കും തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലായത്. അവൻ വളരെ വേഗം ഓടാൻ തുടങ്ങി. ഓടി അവൻ കൊട്ടാരത്തിനടുത്തുള്ളൊരു കാട്ടിലെത്തി. കാട്ടിലൂടെ ഓടിത്തുടങ്ങി. കല്ലും മുള്ളും വകവെക്കാതെ വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് ഈ കുട്ടി ഓടിക്കൊണ്ടേയിരുന്നു. തൊട്ട് പിന്നാലെ കുറേ ഭടന്മാർ ഓടി വരുന്നുണ്ട്. കുറേ ഓടി ഇവൻ ക്ഷീണിച്ചു. അപ്പോൾ ഒരു വീട് കണ്ടു, കാടിൻ്റെ ഉള്ളിലായിട്ട് ഒരു വീട്. അപ്പോൾ അവൻ ഓടിച്ചെന്ന് ആ വീടിൻ്റെ വാതിലിൽ മുട്ടിയപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയാണ് വന്ന് വാതിൽ തുറന്നത്. അവർ ചോദിച്ചു, എന്താ കുഞ്ഞെ, നീ എന്താ ഓടുന്നത്? അവൻ പറഞ്ഞു, എന്നെ കുറേ പേര് പിടിക്കാൻ വരുന്നത്, രാജാവിൻ്റെ ഭടന്മാരാണ്, അവരെന്നെ കൊല്ലും. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, നീ എന്ത് കുറ്റം ചെയ്തിട്ട് അവർ നിന്നെ പിടിക്കാൻ വരുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ രാജകൊട്ടാരത്തിലൊന്ന് ചെന്നതേ ഉള്ളൂ, അപ്പോഴേക്ക് അവരെന്നെ പിടിക്കാൻ വന്നു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഈ രാജാവ് ഒരു ദുഷ്ടനാണ്, എത്ര കാലമായിട്ട് അയാളുടെ ദുഷ്ടത ഞങ്ങൾ സഹിക്കുകയാണ്. ഇനി മുമ്പ് മരിച്ചുപോയൊരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം നല്ല രാജാവായിരുന്നു, അതിനുശേഷം വന്നതാണ് ഈ ദുഷ്ടൻ. അയാൾ നികുതി ചുമത്തുന്നത് കാരണം ഞങ്ങൾ ആകെപ്പാടെ വിഷമത്തിലാണ്. ഞാനും എൻ്റെ മക്കളും ഇവിടെ കാട്ടിൽ വന്ന് താമസിക്കുന്നത് കാട്ടിൽ നിന്ന് തേനും മരുന്നുമൊക്കെ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കാനാണ്. പക്ഷേ എന്നാൽ പോലും നാട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, രാജാവ് വലിയ ദുഷ്ടനാണെന്ന് വലിയ കേൾവിയാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ മക്കളകത്തുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അമ്മ അവിടെ നിന്ന് സംസാരിക്കാതെ കുട്ടി അകത്തേക്ക് വിളിക്കുക, അവൻ അപകടത്തിലാണെന്നല്ലേ പറഞ്ഞു, നമുക്ക് അവനെ രക്ഷപ്പെടുത്തണം. അപ്പോഴേക്കും ഭടന്മാരടുത്തെത്താറായി. അപ്പോൾ ഈ വൃദ്ധയുടെ മക്കളായ യുവാക്കൾ ഇവനോട് പറഞ്ഞു, നീ ഇവിടെ കിടക്ക്, ഞങ്ങളൊരു കാര്യം ചെയ്യാം. എന്നിട്ട് ഇവനെ നല്ല വെള്ള തുണി കൊണ്ട് ഒരു മൂടി പൊതിഞ്ഞിട്ട് കെട്ടിയിട്ട് ഒരു മഞ്ചത്തിലാക്കിയിട്ട് തോളിലെടുത്തുകൊണ്ട് നടന്നു പോകാൻ തുടങ്ങി. അപ്പോൾ രാജഭടന്മാർ എതിരെ വന്നു. അപ്പോൾ അവർ ചോദിച്ചത്, എന്താ നിങ്ങൾ കൊണ്ടുവന്നത്? അവർ പറഞ്ഞു, ഞങ്ങളൊരു ശവം അടക്കാൻ കൊണ്ടുപോവാണ്, ഞങ്ങളുടെ ഒരു സഹോദരനാണ് മരിച്ചുപോയി, ശവം അടക്കാൻ വേണ്ടി പോവാണ്.
അങ്ങനെ ഇവരെ പറ്റിച്ച് ഈ മഞ്ജുവായിട്ട് ഈ യുവാക്കൾ നേരെ ശ്മശാനത്തിലേക്ക് പോയി. ശ്മശാനത്തിൽ ചെന്നപ്പോൾ ഇവർ ഈ മഞ്ചം താഴെ വെച്ചു. അപ്പോൾ അവിടെ ഒരു ശ്മശാന സൂക്ഷിപ്പുകാരനുണ്ടായിരുന്നു. അയാളാണ് ഇവിടെ കൊണ്ടുവരുന്ന മൃതദേഹങ്ങളൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അയാൾ നോക്കുമ്പോൾ ഉണ്ട് ഒരു മഞ്ചം കൊണ്ടുവച്ചിരിക്കുന്നു. കൂടെ വന്ന 3-4 യുവാക്കന്മാരുണ്ട്. അവരവിടെ നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ശവദാഹത്തിനുള്ള ഒരുക്കം തുടങ്ങാമെന്ന് എഴുതിയിട്ട് ഈ ശ്മശാന സൂക്ഷിപ്പുകാരൻ കുറേ വിറക് കഷ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഈ മഞ്ചത്തിനടുത്തോട്ട് ചെന്നപ്പോഴേക്കും ആ മഞ്ചത്തിൽ കിടന്നിരുന്ന വെളുത്ത രൂപം അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നു. ഇത് കണ്ടതും അയാൾ പേടിച്ച് അയ്യോ പ്രേതം പ്രേതം എന്ന് വിളിച്ചുകൊണ്ട് ശ്മശാനത്തിന് പുറത്തേക്ക് ഓടി. അപ്പോൾ രാജഭടന്മാരവിടെ എത്തി. അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ദാ ഇപ്പോൾ 3-4 പേര് ഒരു മഞ്ചവും കൊണ്ട് വന്നു, ആ മഞ്ചത്തിൽ കിടന്നതിൻ്റെ ശവം ദാ എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ യുവാവ് മഞ്ചത്തിൽ കയറി ശ്മശാനത്തിലെത്തിയിട്ടുണ്ട്. അവരുടനെ ശ്മശാനത്തിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും അപകടം മനസ്സിലാക്കി രാജകുമാരൻ അവിടെ നിന്ന് ഓടിയിരുന്നു. അങ്ങനെ അവൻ ഓടി കുറച്ച് ദൂരെയുള്ള ഒരു വീട്ടിലെത്തി. ആ വീടിൻ്റെ വാതിക്കലും മുട്ടി. അപ്പോൾ ഒരാളാണ് വന്ന് വാല തുറന്നത്, ഒരു വലക്കുകാരൻ. അയാൾ ചോദിച്ചു, ആരാ കുഞ്ഞെ, എവിടെ നിന്നാണ് വരുന്നത്? അവൻ പറഞ്ഞു, ഞാനൊരു മീൻപിടുത്തക്കാരൻ്റെ മകനാണ്. എന്നെ എൻ്റെ അമ്മ രാജകൊട്ടാരത്തിൽ വരെ ഒന്ന് മീൻ വിൽക്കാൻ വിട്ടതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് രാജാവിൻ്റെ ഭടന്മാരെന്നെ പിടിക്കാൻ വന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ അലക്കുകാരൻ പറഞ്ഞു, ഈ രാജാവ് ഒരു ദുഷ്ടനാണ്, ഇയാളെ കൊണ്ട് ഒരു രക്ഷയില്ല. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീടിനകത്തോട്ട് കയറിയിരിക്കും, ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാം. അങ്ങനെ അയാൾ ഈ രാജകുമാരനെ അകത്ത് വിളിച്ചു. അയാൾ നദിയിലേക്ക് തുണി അലക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് പോകുന്ന വലിയൊരു കൊട്ടയുണ്ടായിരുന്നു, വലിയൊരു കൂട. ആ കൂടയ്ക്കകത്തിൽ ഇവനെ കയറ്റിയിരുത്തിയിട്ട് അതിന് മേലെ കുറച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ആ കൂട കഴുതപ്പുറത്ത് വെച്ചിട്ട് നേരെ നദിയിലേക്ക് പോയി. അപ്പോൾ വഴി വെച്ച് രാജഭടന്മാരെ കണ്ടു. അപ്പോഴേക്കും ഭടന്മാരുടെ എണ്ണം കൂടി. സൂര്യനേമി കൂടുതൽ ഭടന്മാരെ ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി വിടുന്നുണ്ട്. അപ്പോൾ ഭടന്മാരെല്ലാം കൂടി ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോവാം? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അലക്കാൻ പോവാണ്, ഞാനൊരു അലക്കുകാരനാണ്, ഇത് മുഷിഞ്ഞ തുണിയാണ്. ഇവർ വിശ്വസിച്ചു. അങ്ങനെ ഇവൻ നദീതീരത്ത് വരെ എത്തി. നദീതീരത്തെത്തിയപ്പോൾ ഈ അലക്കുകാരൻ ഈ കൂടയിൽ നിന്ന് ഇവനെ പുറത്തിറക്കി. എന്നിട്ട് പറഞ്ഞു, വേഗം ഓടി രക്ഷപ്പെട്ടുള്ളൂ, ഈ രാജ്യത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോ. അങ്ങനെ അവൻ ഓടാൻ തുടങ്ങി വീണ്ടും. അങ്ങനെ ഓടിച്ചെന്നപ്പോൾ അവനൊരു ചെരുപ്പൂത്തിയെ കണ്ടു. അപ്പോൾ അവൻ ചെരുപ്പൂത്തിയോട് പറഞ്ഞു, എനിക്കൊരു ജോഡി ചെരുപ്പ് ഉണ്ടാക്കി തരണം, ഞാൻ കുറേ ദൂരമായിട്ട് ഓടുന്നു, രാജാവിൻ്റെ ഭടന്മാർ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, പക്ഷേ എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ചെരുപ്പൂത്തി പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, ഇവിടുത്തെ രാജാവ് ഒരു ദുഷ്ടനാണ്, അയാൾക്ക് ആൾക്കാരെ ഉപദ്രവിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ഞാൻ നിനക്കൊരു ചെരുപ്പ് ഉണ്ടാക്കി തരാം. അങ്ങനെ ഈ ചെരുപ്പൂത്തി ഇവനൊരു ചെരുപ്പ് ഉണ്ടാക്കി കൊടുത്തു. അവൻ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് വീണ്ടും കുറേ ദൂരം ഓടി അവൻ ആ രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ അയൽ രാജ്യത്തിൻ്റെ കോട്ട കണ്ടു. ആ കോട്ട നല്ല ഉയരമുള്ളൊരു മതിലായിരുന്നു. അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അതിന് മുകളിലേക്ക് വലിഞ്ഞു കയറാൻ പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് വേണം എന്നറിയാതെ അവൻ അവിടെ നിന്നപ്പോൾ നദിയിലേക്ക് ഈ അയൽ രാജ്യത്ത് നിന്ന് അഴുക്കൊക്കെ ഒഴുകി വീഴുന്ന ഒരു ഓട കണ്ടു. അവനെ ഈ ഓട വഴി നീന്തി ഈ രാജ്യത്തിനുള്ളിൽ കയറി. അതിനകത്ത് ചെന്നപ്പോഴത്തേക്കും കുറേ ഭടന്മാർ ഇവനെ പിടികൂടി. ആ രാജ്യത്തെ രാജാവിൻ്റെ ഭടന്മാർ, അവർ നാഗന്മാരായിരുന്നു, നാഗരാജാവിൻ്റെ ആൾക്കാർ. ഇവരെല്ലാം കൂടെ പിടിച്ച് ഇവനെ നാഗരാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളുടെ രാജാവിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്, നിന്നെ എന്തിനാ ഇങ്ങനെ പിടിക്കാൻ ഓടിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലൊരു കാര്യം ചെയ്യേ, ഞാൻ നിനക്ക് അഭയം തരാം, നീ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് ഈ നാഗരാജ്യത്ത് അഭയം കിട്ടി. ഈ സമയത്ത് സൂര്യനേമിയുടെ ഭടന്മാർ നാടെങ്ങും നടന്നിട്ടും ഈ യുവാവിനെ കിട്ടിയില്ല. പക്ഷേ ഒരു ചെരുപ്പിൻ്റെ പാട് അയൽ രാജ്യത്തെ മതിലിനടുത്ത് വരെ എത്തിയിട്ട് അങ്ങ് അപ്രത്യക്ഷമായത് ഇവർ ശ്രദ്ധിച്ചു. ഇവർ ഇക്കാര്യവും രാജാവിനോട് ഒന്ന് പറഞ്ഞപ്പോൾ സൂര്യനേമി പറഞ്ഞു, അത് മറ്റാരുടെയും കാലമല്ല, ഇവൻ്റെ തന്നെയാണ്. എന്നിട്ട് സൂര്യനേമി ആ സ്ഥലം വന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഓട കണ്ടു. അപ്പോൾ അദ്ദേഹം തൻ്റെ ഭടന്മാരോട് പറഞ്ഞു, ഇവൻ ഈ ഓട വഴി നാഗരാജ്യത്ത് കടന്നിട്ടുണ്ട്, നമ്മുടെ രാജ്യമല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ നമ്മുടെ നാട്ടിലുള്ള മകുടി ഊതുന്ന എല്ലാ പാമ്പാട്ടുകളെയും വിളിക്കണം. എന്നിട്ട് കുറേ മകുടികൾ കൂടുതലുണ്ടാക്കിയിട്ട് അവരെല്ലാവരും ഈ രാജ്യത്തിൻ്റെ അതിർത്തി വന്നിരുന്ന അകത്തേക്ക് ഈ മകുടി ഊതാൻ തുടങ്ങണം. അപ്പോൾ ഇവരാകെപ്പാടെ പ്രശ്നത്തിലാവും. അങ്ങനെ ഈ സൂര്യനേമി എന്ന രാജാവിൻ്റെ ആജ്ഞപ്രകാരം രാജ്യത്തിലുള്ള എല്ലാ പാമ്പാട്ടികളും വന്നു. അവർ കൂടുതൽ മകുടികൾ കൊണ്ടുവന്നു ആ മകുടി ഊതാൻ തുടങ്ങി. അപ്പോൾ അകത്തിരുന്ന പാമ്പുകൾക്കാകെ ബുദ്ധിമുട്ടായി. അവരോടിച്ചെന്നവർ രാജാവിനോട് പരാതി പറഞ്ഞ്, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കൊരു സമാധാനവും കിട്ടുന്നില്ല, നമ്മുടെ രാജ്യം ഒട്ടാകെ മകുടിയുടെ ശബ്ദം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. ഇത് കേട്ടുകൊണ്ട് നിന്ന ഈ രാജകുമാരൻ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള മകുടി ഊതലാണ്, ഞാൻ നിങ്ങളുടെ രാജ്യത്തിനകത്തെത്തിയെന്ന്, ഞാൻ നിങ്ങളുടെ രാജ്യത്തിനകത്തുണ്ടെന്ന് സൂര്യനേമി രാജാവിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം എന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തത്. ഞാനിവിടെ നിന്നാൽ നിങ്ങൾക്കും കൂടി അപകടമാകും, അതുകൊണ്ട് ഞാൻ പോവാണ്. അപ്പോൾ ഈ നാഗരാജാവ് പറഞ്ഞു, നീ എങ്ങോട്ട് പോകും, നീ ഒരു നല്ലവനായ കുട്ടിയായിരുന്നല്ലോ,
പക്ഷേ ഞങ്ങൾക്ക് നിനക്ക് അഭയം തരാൻ യാതൊരു മാർഗവുമില്ല. ഇങ്ങനെ മകുടി ഊതിക്കൊണ്ടേ ഇരുന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണം, ഞാൻ മറ്റെവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. അങ്ങനെ അതിൻ്റെ കോട്ടവാതിൽ തുറന്ന് അടുത്ത രാജ്യത്തേക്ക് പോയി. അടുത്തത് ഒരു രാജ്യമായിരുന്നില്ല, ശരിക്കും ഒരു കാടായിരുന്നു. അത് പിങ്കളൻ എന്ന് പറയുന്നൊരു യക്ഷൻ താമസിക്കുന്ന ഒരു വലിയ വനമായിരുന്നു. ഈ പിങ്കളൻ കുറേ പട്ടികളുമായിട്ടാണ് നടക്കുന്നത്. ഈ പട്ടികളും മനുഷ്യരെ തിന്നും, പിങ്കളനും മനുഷ്യനെ തിന്നും. ഈ പട്ടികൾക്ക് എപ്പോഴും വിശപ്പാണ്. അതുകൊണ്ട് പിങ്കളൻ എപ്പോഴും പട്ടികൾക്ക് തിന്നാൻ വേണ്ടി എന്തെങ്കിലും കൊടുത്തുകൊണ്ടേയിരിക്കും. പിങ്കളന് മനുഷ്യരുടെ മാംസമാണ് ഏറ്റവും ഇഷ്ടം. ആ കാട്ടിലേക്ക് അനുവാദമില്ലാതെ ആര് കടന്നു ചെന്നാലും പിങ്കളൻ അവനെ പിടിക്കും. അങ്ങനെ നമ്മുടെ രാജകുമാരൻ ഈ കാട്ടിലെത്തി. മറ്റെങ്ങും പോകാനില്ലല്ലോ. അവൻ ആ കാട്ടിലൂടെ കുറേ ദൂരം ഇങ്ങനെ നടന്നപ്പോൾ പുറകെ പട്ടികൾ വരുന്ന ശബ്ദം കേട്ട് തൻ്റെ മണം പിടിച്ച് പട്ടികൾ വരാമെന്ന് അവന് മനസ്സിലാവും. വേഗം ഒരു മരത്തിന് മുകളിൽ കയറി. അപ്പോഴേക്കും പട്ടികൾ മരത്തിന് ചുവട്ടിലെത്തി. തൊട്ട് പിന്നാലെ പിങ്കളൻ എന്ന യക്ഷനും എത്തി. യക്ഷൻ അവനോട് പറഞ്ഞു, നിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് നീ ഇങ്ങനെ ഇറങ്ങി വന്ന് ഞാൻ തിന്നട്ടെ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി വരാൻ പോകുന്നില്ല. ഇവിടെ ഇരുന്നാലും ഞാൻ ചത്തുപോകും, അവിടെ വന്നാലും ഞാൻ ചത്തുപോകും. ഇവിടെ ഇരുന്ന് ചത്തുപോകുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാണ്. അപ്പോൾ പിങ്കളൻ പറഞ്ഞു, ശരി, ഞാൻ നോക്കട്ടെ നീ എത്ര നേരം അവിടെ ഇരിക്കുമെന്ന്. അങ്ങനെ പിങ്കളൻ തൻ്റെ പട്ടികളോടൊപ്പം ഈ മരത്തിന് ചുവട്ടി ഇരിക്കാൻ തുടങ്ങി. രാജകുമാരൻ മരത്തിന് മുകളിൽ ഇരിക്കാൻ തുടങ്ങി. ഇവൻ എപ്പോൾ ഇറങ്ങി വരും നോക്കിയിട്ടാണ് പിങ്കളൻ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നിരുന്ന് പിങ്കളന് ഉറക്കം വന്നു. അയാൾ ആ മരത്തിന് ചുവട്ടിൽ നീണ്ട് നിവർന്ന് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. നല്ല കൂർക്കം വലിച്ചുകൊണ്ടാണ് ഉറക്കം. നമ്മുടെ രാജകുമാരനാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ മരത്തിന് മുകളിൽ ഇങ്ങനെ പേടിച്ചേർച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പിങ്കളൻ നല്ല ഉറക്കമായത് കണ്ടത്. പട്ടികളൊക്കെ ചുറ്റുപാടും തന്നെ നിൽപ്പുണ്ട്, അവർ ഉറങ്ങിയിട്ടുമില്ല. അപ്പോൾ രാജകുമാരൻ തൻ്റെ ഉടുപ്പിന് അവൻ്റെ മണമുണ്ടല്ലോ, ആ ഉടുപ്പൂരി അവൻ ഈ പിങ്കളൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. നല്ല ഉറക്കത്തിലായിരുന്ന പിങ്കളൻ ഇത് അറിഞ്ഞില്ല. പിങ്കളൻ്റെ മുഖത്തും ദേഹത്തുമായിട്ട് ഈ രാജകുമാരൻ്റെ ഉടുപ്പ് വന്ന് ഒരു പുതപ്പ് പോലെ വീണു. അപ്പോൾ രാജകുമാരൻ്റെ മണം കിട്ടിയ ഈ പട്ടികൾ ഈ കിടന്നുറങ്ങുന്നത് രാജകുമാരനാണെന്ന് വിചാരിച്ച് പിങ്കളനെ കടിച്ചു കീറി കൊന്നു കളഞ്ഞു. എന്നിട്ട് അവരവിടുന്ന് പോയി. അതോടെ രാജകുമാരൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. അപ്പോൾ ഒരു മന്ത്രവാദി അവിടെ ഇരുന്നുകൊണ്ട് തീ കായുന്നത് കണ്ടു. തണുപ്പിന് തീ കായുന്നു. മന്ത്രവാദി ഇവനെ കണ്ടപ്പോഴേ പറഞ്ഞു, വാ നിനക്ക് ഈ കാട് സ്വന്തമായല്ലോ, ഇനി ആ പട്ടികൾ പോലും നിന്നെ അനുസരിച്ചോളും, കാരണം നീ ആ യക്ഷനെ കൊന്നവനാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ കൊന്നു എന്ന് അങ്ങേക്ക് അങ്ങനെ മനസ്സിലായി, ആരും അത് കണ്ടില്ലല്ലോ. അപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞു, നീ കൊന്നു എനിക്ക് മനസ്സിലായി, കാരണം ഒരു യുവാവ് ഈ കാട്ടിൽ വന്ന് പിങ്കളനെ കൊല്ലും എന്ന് നേരത്തെ ഒരു പ്രവചനം ഉണ്ടായിരുന്നതാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരാൾ പേടിയില്ലാതെ ഈ കാട്ടിലൂടെ നടക്കണമെങ്കിൽ അത് പിങ്കളൻ മരിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ പിങ്കളൻ അവരെ എപ്പോഴേ കൊന്നേനെ. നീ ഇങ്ങനെ പേടിയില്ലാതെ വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പിങ്കളൻ മരിച്ചു എന്ന്. അങ്ങനെ അന്ന് രാത്രിയിൽ ഈ യുവാവായ രാജകുമാരൻ ഈ മന്ത്രവാദിയുടെ ഒപ്പം താമസിച്ചു. പിറ്റേന്ന് രാവിലെ മന്ത്രവാദി പറഞ്ഞു, ഞാൻ നിനക്കൊരു തലപ്പാവ് തരാം. ഈ തലപ്പാവ് കാരണം നിനക്ക് കുറച്ച് ദൂരമൊക്കെ രക്ഷപ്പെടാൻ പറ്റും. എന്തായാലും നീ ഈ കാട്ടിൽ താമസിക്കാതെ നാട്ടിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പിറ്റേന്ന് അവൻ ഈ തലപ്പാവൊക്കെ വെച്ച് കാടിന് പുറത്തിറങ്ങി അവൻ നടന്നു തുടങ്ങിയതും രാജഭടന്മാർ അവനെ കണ്ടുപിടിച്ചു. കാരണം എപ്പോഴെങ്കിലും ഇവൻ കാടിന് പുറത്ത് വരും എന്നുള്ള പ്രതീക്ഷയിൽ സൂര്യനേമി കാടിന് ചുറ്റും തൻ്റെ ഭടന്മാരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യനേമിയുടെ ഭടന്മാരുടെ മകുടി ഊതൽ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നാഗരാജാവ് പുറത്തു വരികയും സൂര്യനേമിയോട് തൻ്റെ രാജ്യത്ത് അഭയം പ്രാപിച്ച യുവാവ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ പിങ്കളൻ എന്ന യക്ഷനുള്ള കാട്ടിലേക്ക് പോയി എന്ന് പറയുകയും ചെയ്തിരുന്നു. ഒന്നുകിൽ പിങ്കളൻ്റെ കയ്യാൽ ഇവൻ മരിച്ചു പോകും, അല്ലെങ്കിൽ പിങ്കളനെ കൊന്നിട്ട് ഇവൻ പുറത്തു വരികയാണെങ്കിൽ പുറത്ത് വെച്ച് ഭടന്മാർക്ക് അവനെ കൊല്ലാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇവരിരുന്നിരുന്നത്. അപ്പോൾ ഇവൻ പുറത്തിറങ്ങിയതും ഭടന്മാർ ഇവനെ കണ്ടു, അവൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഇവൻ ഓടി ഒരു മലയുടെ മുകളിൽ ചെന്നു. മലയുടെ മുകളിൽ ചെന്നിട്ട് ഇനി ഓടാൻ ഇടമില്ല, താഴേക്ക് വലിയ കൊക്കയാണ്. ആകെ പേടിച്ചു പോയി. അവൻ വിചാരിച്ചു, എന്തായാലും ഈ രാജാവിൻ്റെ കയ്യിൽപ്പെട്ട് മരിക്കുന്നതിലും ഭേദം സ്വയം അങ്ങ് മരിക്കുന്നതാണ്. അവൻ ആ കൊക്കയിലേക്ക് ചാടി. അപ്പോൾ ഈ ഭടന്മാർ ചാടി പിടിച്ചു. അവരുടെ കയ്യിൽ തലപ്പാവ് മാത്രമേ കിട്ടിയുള്ളൂ. ഈ തലപ്പാവ് ഒരു മന്ത്രശക്തിയുള്ള തലപ്പാവായിരുന്നു. ഒരു തവണ ഒരു മനുഷ്യനെ ജീവൻ രക്ഷിക്കാൻ ആ തലപ്പാവിന് പറ്റും. അതുകൊണ്ട് ഈ രാജകുമാരൻ താഴേക്ക് വീണെങ്കിലും അവൻ മരിച്ചില്ല. അവനൊരു പക്ഷിയെ പോലെ പറന്ന് താഴെ ചെന്ന് വീണു. ഭടന്മാരാണെങ്കിൽ തിരിച്ചു ചെന്ന് രാജാവിനോട് രാജകുമാരൻ മരിച്ചു എന്ന് ഉറപ്പായിട്ട് പറഞ്ഞു. അവൻ മലയുടെ അടിവാരത്തിലേക്ക് വീഴുന്നത് തങ്ങൾ കണ്ടതാണ്. അത്ര ഉയരത്തിൽ നിന്ന് വീണ ഒരാളും രക്ഷപ്പെടുകയില്ല. പക്ഷേ അന്ന് രാത്രിയിൽ രാജാവ് തൻ്റെ ഉദ്യാനത്തിൽ നടക്കാനിറങ്ങിയപ്പോൾ മുന്നിൽ നിൽക്കുന്നു തൻ്റെ അനുജൻ. അവൻ്റെ കയ്യിലൊരു വാളുണ്ട്. അവൻ ചോദിച്ചു, മഹാരാജാവേ, ഞാനൊരു മുക്കുവനാണ്. ഞാൻ ഈ കൊട്ടാരത്തിൽ മീൻ വിൽക്കാൻ വന്നതാണ്. എന്നെ അങ്ങ് എന്തിനാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്? ഞാൻ എത്ര കാലമായിട്ട് ഓടി നടക്കുന്നു, എത്ര ദൂരം ഞാൻ ഓടണം? എനിക്ക് ഒരു മറുപടി വേണം. രാജാവ് പറഞ്ഞു, എനിക്ക് നിനക്ക് മറുപടി തരാനൊന്നുമില്ല. നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താണ്, ഞാൻ നിന്നെ കൊന്നു കളയും. അങ്ങനെ ആ ഉദ്യാനത്തിൽ വെച്ച് അവർ തമ്മിൽ വലിയ യുദ്ധം നടന്നു.
ആ യുദ്ധത്തിൽ ഈ ചെറുപ്പക്കാരനായ ഇളയ രാജകുമാരൻ തൻ്റെ ജ്യേഷ്ഠനായ രാജാവിനെ കൊന്നു. അപ്പോഴേക്കും അവിടെ ഓടിയെത്തിയ രാജമാതാവും മന്ത്രിയായ കൗഷ്ടില്യനും രാജകുമാരനോട് കഥകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. തൻ്റെ കൈകൊണ്ട് അബദ്ധത്തിൽ രാജാവിനെ കൊല്ലേണ്ടി വന്നതിൽ പശ്ചാത്തപിച്ച് നിന്നിരുന്ന ആ കുട്ടിക്ക് താൻ ചെയ്തത് തെറ്റല്ല എന്നും തൻ്റെ ജീവിതം, തൻ്റെ അമ്മയുടെ ജീവിതവും തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതവും ഇത്രയധികം നരകപൂർണ്ണമാക്കിയ രാജാവിനെ താൻ കൊന്നത് ഒരു നല്ല പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. അടുത്ത ശുഭമുഹൂർത്തത്തിൽ അവൻ രാജാവായിട്ട് അവരോധിക്കപ്പെടുകയും പിന്നീട് അവൻ ആ രാജ്യം വളരെ നന്നായിട്ട് ഭരിക്കുകയും ചെയ്തു. അവൻ്റെ പിതാവിനേക്കാൾ നല്ലൊരു ഭരണാധികാരിയായി തീർന്നു അവൻ. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.